ഹായ്, ഞങ്ങൾ ഇന്ന് വൈഫിന്റെ വീട്ടിലോട്ടുള്ള ഒരു യാത്രയിലാണ്. കർണാടകയിലെ എണ്ണാർപുര എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഒരു 230 കിലോമീറ്റർ വരും. ഞങ്ങളിപ്പം വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. ഇപ്പൊ സുള്ളിയ എന്ന് പറഞ്ഞ സ്ഥലം എത്തി. വീട്ടിൽ നിന്നൊരു 60 കിലോമീറ്റർ അടുത്തുണ്ട് സുള്ളിയയിലോട്ട്. ആ, പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു ഏരിയ ആണ്. നമ്മൾ എവിടെ എത്തിയമ്മ? പിയുടെ വീട്ടിൽ എത്തിയില്ല. നമ്മള് ബെള്ളാരെ എന്നുള്ള സ്ഥലത്തെത്തി. നമ്മള് നിന്തിക്കല്ലുലെത്തി. ഇതാണ് കടബ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇപ്പൊ നമ്മൾ എത്തിയേക്കുന്ന സ്ഥലം കടബ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇത് ഒരുപാട് മലയാളികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടുന്ന് കുറച്ചും കൂടി പോയാൽ ധർമ്മസ്ഥല എത്തും. ധർമ്മസ്ഥലയാണ് ഈ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സ്ഥലം. ഞാൻ ആ പോകുന്ന വഴിക്ക് തന്നെയാണ് ആ ഫോറസ്റ്റ്, ഈ പറഞ്ഞ കൊലപാതകം നടന്നെന്ന് പറയുന്ന ഫോറസ്റ്റ് എല്ലാം ഉണ്ട്. ആ പുഴയും അമ്പലവും എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ പോകുന്ന റൂട്ടിൽ തന്നെയാണ്. ഞങ്ങളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് എൻ്റെ അപ്പന്റെ പെങ്ങടെ വീട്ടിലോട്ടാണ് കേട്ടോ. ഇവിടെ ഇച്ചിലമ്പാടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ എൻ്റെ അപ്പന്റെ പെങ്ങടെ വീടുണ്ട്. ഞങ്ങൾ അവിടെയോട്ടാണ് പോകുന്നത്. നമ്മൾ അന്ന് കല്യാണത്തിന് വന്ന ഓഡിറ്റോറിയം ഇതാ, GJ ഓഡിറ്റോറിയം. ഇത് കല്ലുകുട്ട എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നേ. ഇവിടുന്ന് കുറച്ച് തിരിഞ്ഞു പോണം. കുറച്ച് ഫോറസ്റ്റിൽ കൂടെ പോകേണ്ട ഒരു റോഡാ. അതിലേ പോയാലാണ് നമ്മുടെ അമ്മമ്മയുടെ വീട്ടിലോട്ട് എത്തുള്ളൂ കേട്ടോ. ഞാൻ പണ്ട് ചെറുപ്പത്തിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് വന്നത് കേട്ടോ ഇവിടെ. അന്നേരം നമ്മൾ ജീപ്പിനാ വന്നേ. ഈ റോഡെല്ലാം ഭയങ്കര മോശം കേട്ടോ. ഇത് ഫോറസ്റ്റ് അതിന്റെ സൈഡിലെല്ലാം കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ റോഡ് അങ്ങനെ പണിയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ റോഡാ കേട്ടോ. ഇവിടെ വേറെയും വീടുകളുണ്ട്, റബ്ബർ തോട്ടം എല്ലാം ഉണ്ട്. ഇവിടെയും കുറെ മലയാളികളുള്ള സ്ഥലം കേട്ടോ. ഇവിടെയൊക്കെ കൃഷിക്ക് പറ്റിയ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മലയാളികളൊക്കെ ഇവിടെ വന്ന് സ്ഥലം മേടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആനയൊക്കെ ഉള്ള സ്ഥലം കേട്ടോ. ആനയും അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഉണ്ട്. പുലിയും അങ്ങനെയുള്ളതുണ്ട്. കടുവയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇത് ഫുള്ള് ഫോറസ്റ്റാ. ഈ ഫോറസ്റ്റിന്റെ ഉള്ളിലാണ് നമ്മുടെ അമ്മാമ്മയുടെ വീടുള്ളത്. മോശം കേട്ടോ. അതിന്റെ കുറച്ച് അമ്മമ്മ ഇരിക്കണോ ഇവിടെ? കണ്ടോ? ഇതെന്നാ ഒരു തരം കടിക്കുന്ന ഈച്ച. പുറകിലെ ബെഡ് പോലെയൊക്കെ ആക്കിയിട്ട് അതിൽ കെടുത്തിയച്ചാ വന്നേ. ഇത് ഭയങ്കര കുത്തല്. വർത്താനം പറയുന്നില്ലേ? സ്തുതി ഒത്തേ നിക്ക് ചോറൊന്നും വേണ്ട അവന്. അമ്മാമ്മയുടെ അടുത്ത് ചോദിക്ക്. അപ്പാപ്പനോ? അപ്പാപ്പന് ഒരു ഉമ്മ കൊടുക്കുന്നോ? മാമേ പോവാ.
ഇത് ഈച്ചിലമ്പാടി പള്ളിയായത്. ഭയങ്കര വിശ്വാസികളുള്ള പള്ളിയാ. കുറേ ആൾക്കാർ വരും. ഇതിൽ മേ ആവുമ്പോഴേക്കും ഒരു പെരുന്നാളുണ്ട് ഈ പള്ളിയിൽ. ആ പള്ളിയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നത്. ഇതാട്ടോ ധർമ്മസ്ഥലയിലോട്ട് പോകുന്ന റൂട്ടാട്ടോ ഇത്. ഇതാണ് ആ പ്രശ്നം നടക്കുന്ന ഒരു അമ്പലം ഇല്ലേ, അത് ഇവിടെയാ. ഇവിടുന്ന് റൈറ്റിലോട്ട് പോയാല് ബാംഗ്ലൂർ റോഡാണ്. ഇപ്പൊ ഈ വഴി ധർമ്മസ്ഥലക്ക് തിരിയേണ്ട റോഡുണ്ട്. അതല്ലാതെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാല് മംഗലാപുരം എത്തും. ഇത് പ്രശ്നം നടക്കുന്ന അമ്പലമാണെന്നേ അറിയുള്ളൂ. ഇവിടെ അങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ടോ അതൊന്നും നമുക്ക് ഉറപ്പില്ല കേട്ടോ. അതിനെ കുറിച്ചുള്ള അറിവൊന്നുമില്ല. ചക്ക വിൽക്കുന്നുണ്ട്, വിൽക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാർ വിൽക്കാനൊക്കെ ഉണ്ട്. കണ്ടോ തിന്നാത്ത സാധനം നീ. ഇവിടെ ഉണ്ടായ കടകളൊക്കെ ഒഴിപ്പിച്ചു. നമ്മൾ നേരത്തെ ഒക്കെ വരുമ്പോ ഇവിടെ കുറെ കടകളുണ്ടായിരുന്നു. അത് ഇപ്പം അതെല്ലാം ഒഴിവാക്കി. ഇവിടെ ഒരുപാട് ഭക്തര് വരുന്ന ഒരു അമ്പലം കേട്ടോ ഇത്. ആയിരക്കണക്കിന് ഭക്തര് ഡെയിലി വരുന്നതാ ഇവിടെ. ഇവിടെ ഇത് കിട്ടും കേട്ടോ, ചോളം പൊള്ളിച്ചത് കിട്ടും. ചോളം കനലി വെച്ച് പൊള്ളിച്ചത്, അത് നല്ല ടേസ്റ്റ് കേട്ടോ. അത് നമ്മൾ ഇടയ്ക്ക് കഴിച്ചിട്ടുണ്ട്, നല്ലതാ. ഇവിടെയും മലയാളികൾ കുറെ ധാരാളമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. ഈ റോഡ് സൂക്ഷിക്കേണ്ട ഒരു റോഡാട്ടോ. ഡെയിലി ഡ്രൈവ് ചെയ്യുന്നവര് സൂക്ഷിച്ച് ഓടിക്കണം. എന്നാന്ന് വെച്ചാല് വണ്ടികൾ ഭയങ്കര സ്പീഡിലാണ് ഈ റോട്ടിൽ കൂടെ വരാറ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കെയർഫുൾ ആയിട്ട് വേണം ഈ റോട്ടിൽ കൂടെ ഡ്രൈവ് ചെയ്യാൻ. ഇതാണ് അമ്പലത്തിനോട് ചേർന്നുള്ള ഫോറസ്റ്റ് കേട്ടോ. ഇവിടുന്ന് ആണ് ബോഡികൾ കുഴിച്ചിട്ടു അങ്ങനെയുള്ള കഥകളൊക്കെ ഉള്ളത്. അത് കഥകളൊക്കെ സത്യമാണോ എന്നൊന്നും നമുക്കറിയൂല കേട്ടോ. ഇത് ഫുള്ള് ഫോറസ്റ്റാ. ഇവിടെ ആള് താമസം എല്ലാം കുറവാണ് ഈ ഏരിയയില്. മൃഗങ്ങളൊക്കെയുള്ള ഫോറസ്റ്റ് ആണ്. ആനയും അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ നേരെ ചെന്ന് ഈ ഫോറസ്റ്റിന് നേരെ ഈ റോഡ് ചെന്ന് കയറുന്നത് അമ്പലത്തിന്റെ അവിടെയുള്ള ധർമ്മസ്ഥല എന്ന് പറഞ്ഞ ടൗണിലാണ്. ഞാൻ ആ ടൗണിന്റെ നമുക്ക് ടൗണിൽ കയറണ്ട ശരിക്കും, പക്ഷെ ഞാൻ ആ ടൗണിൽ കൂടെ കയറി അമ്പലം ജസ്റ്റ് ഒന്ന് കാണിക്കാം നിങ്ങളെ. നമ്മളിപ്പോ ധർമ്മസ്ഥല ടൗണിൽ എത്തി കേട്ടോ. ഇത് ധർമ്മസ്ഥല ടൗണ്. ശരിക്കും എനിക്ക് പോകേണ്ടത് ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ടാ പോകേണ്ടത്. അതാണെങ്കിൽ ഈസി റൂട്ടാണ്, ടൗണിൽ കയറാതെ പോവാം. ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിപ്പോ ടൗണിൽ കയറുന്ന കേട്ടോ. നമുക്ക് എന്നിട്ട് നമ്മൾ അമ്പലത്തിന്റെ അതിലേ പോവാം. ഇതാണോ ഗേറ്റ് വേ ഓഫ് ധർമ്മസ്ഥല? ವಾಹನ ನಿಲುಗಡೆ, ಕಾರ್ ಪಾರ್ಕಿಂಗ್ ದೇ ಎವಡೆ. ಸಾಕೇತ, ಗಂಗೋತ್ರಿ, ವೈಶಾಲಿ, ಶರಾವತಿ. നമ്മൾ ഇതിലെ ഒരു പ്രാവശ്യം വന്നായിരുന്നു. ഞങ്ങളിപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ കയറിയതാട്ടോ. ഇതൊരു കർണാടകയിലൊരു ഇണ്ടാച്ച എന്ന് പറഞ്ഞ സ്ഥലമാണ് അല്ലേ. ഇവിടെ ഒരു ഹോട്ടലിൽ കയറിയത്. ഇത് മലയാളി ഹോട്ടലാണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം മലയാളികളുണ്ട് കേട്ടോ. കർണാടകയിലാണേലും കുറേ മലയാളികളുണ്ട് ഈ ഏരിയയിലാണേലും. നമ്മൾ കുഷ്ക പറഞ്ഞ കുഷ്ക റൈസും ചിക്കൻ കബാബും ഇപ്പം വരും. അത് വരുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. അത് ഉള്ളി തരാം, പ്ലേറ്റ് കൊണ്ടരട്ടെ. തരാം നിക്ക്. നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ കേട്ടോ. ചിക്കൻ ഫ്രൈയും കുഷ്ക റൈസും കേട്ടോ മേടിച്ചേ.
നാടൻ സ്റ്റൈലാട്ടോ, നല്ല ഉണ്ട്. മഴ തുടങ്ങി. ഞങ്ങളിപ്പോ ചാർമാടി ഘാട്ട് കയറാൻ പോകും കേട്ടോ. ഇത് ഇവിടെ കർണാടകയിലെ തന്നെ ഒരു വലിയൊരു ഘാട്ടാ. ഇത് കയറി എത്തുന്ന സ്ഥലമാണ് ഏതായിരുന്നു? കൊട്ടിക്കാര എന്ന് പറഞ്ഞ സ്ഥലമാണേ. ഇത് ചാർമാടി ഘാട്ട് എത്തിയപ്പോഴത്തേനും മഴ തുടങ്ങി കേട്ടോ. ഘാട്ടിലൊക്കെ മഴ പെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി ഓടിക്കാൻ. എങ്കിലും നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചു തരാം. 1.5 മണിക്കൂർ അടുത്ത് പിടിക്കുക ഈ ഘാട്ട് കയറി തീരാൻ. 32 കിലോമീറ്റർ. ഉറങ്ങുവാണോ? ഓക്കെ, ഉറങ്ങിക്കോ. ഇവിടെ എല്ലാം മണ്ണിടിയും കേട്ടോ. മഴക്കാലങ്ങളില് ഈ ഏരിയയിൽ മണ്ണിടിയുന്ന ഏരിയ ഇതൊക്കെ. സമയം 1:15 കേട്ടോ, 1:15. പക്ഷെ ഇവിടെയൊക്കെ ഇപ്പം കോടയുണ്ട്, കോട. നമ്മൾ കുറച്ച് വൈകിട്ടോ അല്ലെ പിന്നെ വെളുപ്പിനെയൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ഫുള്ള് കോടയായിരിക്കും കേട്ടോ. കോട എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും കാണാത്ത പോലെ, റോഡ് കാണാത്ത പോലത്തെ അവസ്ഥയായിരിക്കും. ഇവിടെ നമ്മൾ ഈ കയറി ചെന്ന് കഴിയുമ്പം ടോപ്പിലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടുന്ന് നല്ല വ്യൂ ആയിരിക്കും. ആ വ്യൂ എല്ലാം ഞാൻ കാണിച്ചു തരാം. നമ്മൾ മുകളിലെത്തിയല്ലേ, മുകളിലെത്തി ഞങ്ങള് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. വെള്ളം വീഴുന്നു. കണ്ടുമാ മഞ്ഞ് നമ്മൾ നിർത്തുന്ന സ്ഥലം ഇവിടെ അല്ലല്ലോ. വെള്ളത്തിലോ? തണുത്ത വെള്ളം കേക്കരെ, പനി വരും, പനി. കാണിച്ചേ. എന്തോ അവിടെ ഒരു ഫോൾസ് അവിടെ കണ്ടോ ഫോൾസ്? വെള്ളച്ചാട്ടം അല്ലേ ഇത് കേട്ടോ. ചാർമാടി ഘാട്ടിന്റെ വ്യൂ പോയിന്റ് ആണ് ഇവിടെ. ഇത് നോക്കിയ ഒരു വെള്ളച്ചാട്ടം ഒക്കെ കാണാം ദൂരെ, കണ്ട. ഇത് ഏതാ വെള്ളച്ചാട്ടം എന്നൊന്നും അറിയൂല. ഇവിടെ എല്ലാം കുരങ്ങന്മാരുള്ള സ്ഥലം കേട്ടോ. ഇതും വ്യൂ പോയിന്റിന്റെ വേറെ ഒരു സ്ഥലം കേട്ടോ. കുറച്ച് മാറി ഇപ്പം കണ്ട നമ്മുടെ പോയിന്റിൽ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് വന്നാല് ഈ പോയിന്റിലെത്തും. ഇവിടെയും നല്ല കാഴ്ചയുണ്ട്. ഇത് ഈ റോട്ടിൽ ചെറിയൊരു ഗ്യാപ്പാണ്. ഈ ഒരു വണ്ടിക്ക് പോണ്ട ഒരു ഗ്യാപ്പേ ഉള്ളൂ. ചില സമയത്ത് നമ്മൾ വരുമ്പം അത് അവിടെ ബ്ലോക്ക് ആകാറുണ്ട്. ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ ബ്ലോക്ക് ആവും. ഇവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലം. ഇതിലെ പോകുന്നവരൊക്കെ പൈസയൊക്കെ ഇട്ടിട്ട് നേർച്ചയിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോവാറുണ്ട്. നമ്മൾ ചാർമാടി കഴിഞ്ഞിട്ട് കൊട്ടിക്കാര എന്ന് പറഞ്ഞ ഹോട്ടലിലെ ഒരാളുടെ ഹോട്ടലാ. ഇവിടുന്ന് ഒരു 2 മണിക്കൂറും യാത്രയും കൂടി ഉണ്ട്. നമ്മൾ ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു പോകണം. ഇവിടെ നീർദോശ എന്ന് പറഞ്ഞ ആ ഒരു ടൈപ്പ് ദോശയ്ക്ക് ഫേമസ് ആയിട്ടുള്ള സ്ഥലം കേട്ടോ. ഇവിടെ മിക്ക ഹോട്ടലിലും നീർദോശ കിട്ടും. കുറേ മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം വീടെത്തി. അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ കാണാം.